കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതി ജൂൺ 15-ന് നിലവിൽ വരുന്നു. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായാണ് ഈ ജനക്ഷേമ നടപടി നടപ്പിലാക്കുന്നത്. ജൂൺ 15-ന് രാവിലെ 8:30-ന് തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ വെച്ച് മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രതീകമായി ഉദ്ഘാടന ബസ് പൂർണ്ണമായും വനിതാ ജീവനക്കാരായ ഡ്രൈവറും കണ്ടക്ടറും ചേർന്നായിരിക്കും ഓടിക്കുക. ഇതിനു പുറമെ സംസ്ഥാനത്തെ വിവിധ KSRTC ഡിപ്പോകളിൽ രാവിലെ 9 മണിയോടെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശിക തലത്തിലുള്ള ഉദ്ഘാടനങ്ങളും നടക്കും. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള സൗജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുടെ പ്രവർത്തന രീതിയും നിബന്ധനകളും വളരെ ലളിതമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആനുകൂല്യം എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും യാതൊരുവിധ വരുമാന പരിധിയോ മറ്റ് നിബന്ധനകളോ ഇല്ലാതെ തന്നെ ലഭ്യമാകും. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. യാത്രക്കാർക്ക് യാത്രാവേളയിൽ ടിക്കറ്റ് നിരക്ക് നൽകേണ്ടതില്ലെങ്കിലും കണക്കെടുപ്പിന്റെ ഭാഗമായും സർക്കാർ KSRTCക്ക് ഈ യാത്രാക്കൂലി റീഇംബേഴ്സ് ചെയ്യുന്നതിനും വേണ്ടി കണ്ടക്ടറിൽ നിന്ന് നിർബന്ധമായും 0 ഫെയർ ടിക്കറ്റ് കൈപ്പറ്റേണ്ടതുണ്ട്. കൂടാതെ യാത്രാ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നതിനായി സർക്കാർ പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതോ യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളും ഹാജരാക്കേണ്ടതോ ആയ സാഹചര്യമില്ല. യാത്രക്കാർക്ക് ഈ പ്രത്യേക ബസ്സുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാനായി അവയുടെ മുൻവശത്തും വാതിലുകൾക്ക് സമീപവും പ്രിയദർശിനി എന്ന് ആലേഖനം ചെയ്ത ലോഗോ പതിക്കുന്നതാണ്. KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രാ പദ്ധതിയായി പ്രിയദർശിനി നടപ്പിലാക്കുന്നതിലൂടെ സർക്കാരിന് പ്രതിവർഷം ഏകദേശം 800 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. നിലവിൽ KSRTCക്ക് സർക്കാർ നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങൾക്ക് പുറമെ ആയിരിക്കും ഈ തുക വകയിരുത്തുക എന്നത് പദ്ധതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഈ സാമ്പത്തിക ബാധ്യതയ്ക്ക് ദൂരവ്യാപകമായ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് സർക്കാർ ഈ പദ്ധതിയിലൂടെ മുൻനിർത്തുന്നത്. പ്രധാനമായും നിത്യവും ജോലി സ്ഥലത്തേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്രാ ചെലവ് ഗണ്യമായി കുറച്ചുകൊണ്ട് അവരുടെ കുടുംബ ബജറ്റിൽ വലിയൊരു ആശ്വാസം പകരാൻ ഈ പദ്ധതിക്ക് സാധിക്കും. കൂടാതെ പൊതുഗതാഗത സംവിധാനത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലൂടെ തൊഴിൽ, വിദ്യാഭ്യാസം, സംരംഭകത്വം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാനും അതുവഴി യഥാർത്ഥ അർത്ഥത്തിലുള്ള സ്ത്രീ ശാക്തീകരണം സാധ്യമാക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനു പുറമെ വ്യക്തിഗത വാഹനങ്ങൾ ഉപേക്ഷിച്ച് പൊതുഗതാഗതത്തെ കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിലൂടെ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ട്രാഫിക് തിരക്ക് കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം ഒരു പരിധിവരെ നിയന്ത്രിക്കാനും കഴിയുമെന്നതും ഈ പദ്ധതിയുടെ വലിയൊരു നേട്ടമായി സർക്കാർ കാണുന്നു. ആദ്യത്തെ 100 ദിവസത്തെ ഒരു പൈലറ്റ് പ്രൊജക്റ്റായാണ് ഈ പദ്ധതിയെ സർക്കാർ കാണുന്നത്. ഈ കാലയളവിൽ യാത്രാവിവരങ്ങൾ ക്രോഡീകരിക്കുകയും സാമ്പത്തിക ആഘാതം വിലയിരുത്തുകയും ചെയ്യും. ഭാവിയിൽ കൂടുതൽ വിഭാഗം ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളും. മലബാർ മേഖലയിൽ KSRTC ബസ്സുകളുടെ കുറവുള്ള പ്രദേശങ്ങളിൽ സ്വകാര്യ ബസ്സുകളെ കൂടി സഹകരിപ്പിച്ച് പദ്ധതി വിപുലീകരിപ്പിക്കുന്ന കാര്യം ഗൗരവമായി ആലോചിക്കുന്നുണ്ടെന്ന് ഗതാഗത മന്ത്രി CP ജോൺ വ്യക്തമാക്കിയിട്ടുണ്ട്. KSRTC ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗജന്യ യാത്രയില്ലാത്ത ബസ്സുകളിൽ ഈ വിവരം യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കണം. ലഗേജ് ചാർജ് പോലുള്ള ഇനങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. അതുപോലെ സൗജന്യ യാത്ര ആനുകൂല്യം ലഭിക്കുന്ന സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ടിക്കറ്റ് നൽകണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ വികസന പാതയിൽ സ്ത്രീകളുടെ മൊബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിനുള്ള വലിയ ചുവടുവയ്പ്പാണ് ഈ പദ്ധതി. സൗജന്യ യാത്ര പ്രഖ്യാപനത്തോടെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ നിത്യ ചെലവിൽ വലിയൊരു കുറവുണ്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ.